ഇന്ന് നമ്മൾ ഡിസൈനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പെന്നാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഹീറ്റ് ഇറേസബിൾ പെൻ എന്നാണ്. ഇതിപ്പോൾ 4 കളർ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലാക്ക്, റെഡ്, വൈറ്റ്, ബ്ലൂ. നമ്മൾ സാധാരണ പെന്നില്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു പേനയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റീഫിൽസ് ആണ് കേട്ടോ. നമുക്കിത് പേനയിലൊക്കെ ഇട്ട് വേണേലും യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ പെന്നിലും നമുക്ക് ഈ ഒരു റീഫിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ റീഫിൽ കുറച്ച് തിക്കാണ്, എല്ലാ പെന്നിലും അഡ്ജസ്റ്റ് ആകത്തില്ല. ഇനി ഇത് നമ്മുടെ നോർമൽ പേന യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഡ്രോയിങ്ങിനും യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യേണ്ട ഡിസൈൻസ് ഡ്രോ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേന യൂസ് ചെയ്യുന്നത്. നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എങ്ങനെയാണോ പേന കൊണ്ട് എഴുതുന്നത് അതേപോലെ തന്നെ നമുക്ക് ക്ലോത്തിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെൻ യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളർ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു വൈറ്റ് ടീഷർട്ടിലാണ് ഞാൻ ഈ ഒരു പേര് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂവും റെഡും യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഈ പേനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നത് നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറേസ് ചെയ്യുന്നത് ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഹീറ്റ് ഇറേസബിൾ എന്നാണ് പേനയുടെ പേര് തന്നെ. ഏത് ഡിസൈനാണോ നമുക്ക് ഇറേസ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് അയൺ ബോക്സ് ചൂടാക്കി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒരുപാട് ചൂടാകുകയൊന്നും വേണ്ട. ചെറിയ ചൂടിൽ നമുക്കിത് ഇതേപോലെ പ്രസ് ചെയ്ത് മായ്ച്ചെടുക്കാം. ഫുള്ള് മാഞ്ഞു പോയത് കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡിസൈനിന് തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മായ്ച്ചെടുക്കാം. അയൺ ബോക്സ് യൂസ് ചെയ്ത് മാത്രമല്ല ഒരു മെത്തേഡും കൂടി ഉണ്ട്. അതും കൂടി ഞാനിവിടെ കാണിക്കാം. ഇവിടെ ഞാനൊരു ഫ്ലവർ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇറേസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ ഗ്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഫ്ലാറ്റ് ആയിരിക്കണം. ചില ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സൈഡ് കുറച്ച് മുകളിലേക്ക് തള്ളിയിരിക്കും, സെൻറ്റർ ഭാഗം മാത്രം ഉള്ളിലേക്ക് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ഗ്ലാസ് ഒന്നും എടുക്കല്ല. ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാനിനി ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുമ്പം നമ്മുടെ ഈ ഒരു ഗ്ലാസും നല്ല ചൂടായി വരും. ഇനി നമുക്ക് ഈ മായ്ക്കേണ്ട ഡിസൈനിൻ്റെ മുകളിലായിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും വലിയ ഗ്ലാസ് യൂസ് ചെയ്യണം എന്നില്ല, ചെറിയ ഗ്ലാസ് എടുത്താലും മതി. എൻ്റെ കയ്യിൽ ചെറിയ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഗ്ലാസ്സിൽ കാണിക്കുന്നത് കേട്ടോ. അതേപോലെ ചെറിയ ബൗൾ എടുത്താലും മതി. സ്റ്റീലിൻ്റെ ചെറിയ ബൗൾസൊക്കെ ഇല്ലേ, പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് ഫ്ലാറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇതാ ഈ ചൂടുവെള്ളം യൂസ് ചെയ്തപ്പോഴും ഈ ഡിസൈൻ ഫുള്ള് മാഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് അരി മെറ്റീരിയൽ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ എല്ലാ ഓൺലൈൻ സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്